ഈ ഒരു വർഷം ഇന്ത്യയിലേക്ക് മറ്റൊരു ബൈക്കും കൂടി ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. അതായത് ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 ആണ് ഇനി വരാൻ പോകുന്ന ബൈക്ക്. ബജാജിൻ്റെ CEO തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. ബജാജും ട്രയംഫും കൂടി കൊണ്ടുവരാൻ പോകുന്ന മൂന്നാമത്തെ ബൈക്കാണിത്. നിലവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പിൽ 2 ബൈക്കാണുള്ളത്. ഒന്ന് സ്പീഡ് 400ഉം മറ്റൊന്ന് സ്ക്രാംബ്ലർ 400X ആണ്. ആ 2 ബൈക്കിനും അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. ഒന്ന് റോഡ് സ്റ്റാർ ബൈക്കാണെങ്കിൽ മറ്റൊന്നൊരു സ്ക്രാംബ്ലർ ആണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ട്രക്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു കഫേ റേസർ ബൈക്കാണ്. ഈ ഒരു ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 ഇപ്പം പല സ്ഥലങ്ങളിലും ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ ട്രക്സ്റ്റൺ 400 വരാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് 400 പോലെ അല്ലെങ്കിൽ സ്ക്രാംബിൾ 400X പോലെയുള്ള ഡിസൈൻ അല്ല, ഒരു കഫേ റേസർ മോഡലിൻ്റെ ഡിസൈൻ ലുക്കിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനൊക്കെ ട്രയംഫിൻ്റെ ഗ്ലോബൽ മോഡലായിട്ടുള്ള സ്പീഡ് 666 നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് വന്ന മാറ്റം ഫ്രണ്ടിലെ സെക്ഷനാണ്. ഫ്രണ്ടിലെ ഒരു മാറ്റമാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. ഫ്രണ്ടിൽ ഒരു കഫേ റേസർ മോഡലിൻ്റെ ആ ഒരു ഫെയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ സൈസിലും അതുപോലെ തന്നെ ടെയിൽ സെക്ഷനിലൊക്കെ നല്ല മാറ്റമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പീഡ് 400 പോലെ തന്നെയാണ്. ഫ്രണ്ടിൽ ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലെ ടെയിൽ സെക്ഷനും ഇൻഡിക്കേറ്ററൊക്കെ ഫുള്ളി LED ആണ്. ഫ്രണ്ടിൽ ഒരു 43 mm ആയിട്ടുള്ള ഒരു USD ഫോർക്കാണ്. ഡോൺ ബിങ് പിസ്റ്റൻ്റെ ഒരു ഫോക്സ് ആണ് വരുന്നത്. 140 mm ട്രാവൽ ചെയ്യുന്നുണ്ട്. ബാക്കിലൊരു ഗ്യാസ് ചാർജഡ് ആയിട്ടുള്ളൊരു മോണോ ഷോക്കാണ്. പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. അതിൽ 130 mm ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ സ്പീഡ് 400ൽ കണ്ടിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളും സ്ലിപ്പർ ക്ലച്ചൊക്കെ ഈ ഒരു ബൈക്കിനും ഉണ്ടാവും. പിന്നെ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു മാറ്റമുണ്ട്. സ്പീഡ് 400 ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. ഈ ഒരു ട്രക്സ്റ്റണിലേക്ക് വരുമ്പോൾ അവരൊരു ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് 400ൽ കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഒരു 398 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു DOS എഞ്ചിൻ തന്നെയാണ്. മാക്സിമം പവർ 38 bhp ആണ്. മാക്സിമം ടോർക്ക് 37.5 Nm ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 13 ലിറ്ററാണ് ഫുൾ ടാങ്ക് വരുന്നത്. ഏകദേശം വെയിറ്റ് ഒക്കെ വരുന്നത് 170 kg ആണ്. പിന്നെ സീറ്റ് ആയിട്ട് വരുന്നത് 790 mm ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 300 mm ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്കിൽ 230 mm ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ആണ്. പിന്നെ ഈ ഒരു മോഡൽ അലോവേലിയിൽ ട്യൂബ്ലെസ് ടയറിലാണ് വരുന്നത്. ഈ ഒരു ട്രക്സ്റ്റൻ്റെ ഒരു എക്സ്പെക്റ്റഡ് മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 30 അടുപ്പിച്ചാണ്. പിന്നെ ഈ ഒരു ബൈക്കിന് മീറ്റർ ഒക്കെ ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. ഒരു അനലോഗ് ടൈപ്പിലുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. ഈ ഒരു ബൈക്കിന്റെ പ്രൈസ് വരാൻ പോകുന്നത് നമ്മുടെ സ്പീഡ് 400ൻ്റെയും സ്ക്രാംബ്ലർ 400Xൻ്റെയും ഇടയിലായിരിക്കും പ്രൈസ് വരാൻ പോകുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 2,40,000 രൂപയാണ്. ഈ ഒരു ട്രക്സ്റ്റൻ്റെ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വർഷം തന്നെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്.